ഹോപ്പിറ്റൽ റൂളിൻ്റെ റൂൾസ് ഒക്കെ പഠിച്ചു, എങ്ങനെ ചെയ്യാമെന്നും കാര്യങ്ങളൊക്കെ. ഇനി അതിലെ പ്രോബ്ലം സെക്ഷനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 3x മൈനസ് സൈൻ എക്സ് ഓൾ ഡിവൈഡ് ബൈ എക്സ്. അപ്പം എന്ത് ചെയ്യുക? ആദ്യം ചെയ്യേണ്ടത് എന്താണ്? എക്സിന്റെ സ്ഥാനത്ത് 0 കൊടുക്കുക. അപ്പോൾ എന്താ? 3 × 0 മൈനസ് സൈൻ 0 ബൈ 0 എന്ത് വരും? 3 × 0 0 ആണ്, സൈൻ 0 0 ബൈ 0. അപ്പോൾ എന്ത് കിട്ടി? 0 ബൈ 0 ഫോമിലേക്ക് വന്നു. അങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യുക? അല്ലെ, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെപ്പറേറ്റ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ എന്താ? ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 3x ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 3 മൈനസ് സൈൻ എക്സിന് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കോസ് എക്സ് ഓൾ ഡിവൈഡഡ് ബൈ എക്സിന് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1 ഈക്വൽ ടു, ഇനി എന്ത് ചെയ്യാം? എക്സിന്റെ വാല്യൂ 0 കൊടുക്കുക. അപ്പോൾ എന്താ വരിക? എക്സിന്റെ വാല്യൂ 0 കൊടുത്താൽ 3 മൈനസ് കോസ് 0 ഡിവൈഡഡ് ബൈ 1. കോസ് 0 എത്രയാണ്? 1 ആണ്. അപ്പോൾ 3 മൈനസ് 1 ബൈ 1 എത്രയായി? 2 ബൈ 1 ഈക്വൽ ടു 2. അപ്പോൾ ഈ ലിമിറ്റ് അല്ലേ, ഇതിന്റെ ലിമിറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താണ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് മൈനസ് 1 മൈനസ് എക്സ് ബൈ 2 ഓൾ ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ. ആദ്യം തന്ന ക്വസ്റ്റ്യനിൽ എക്സിന്റെ വാല്യൂ അപ്ലൈ ചെയ്യാം. എക്സ് ഇവിടെ എത്രയാണ്? 0 ആണ്. അപ്പോൾ റൂട്ട് ഓഫ് 1 പ്ലസ് 0 മൈനസ് 1 മൈനസ് 0 ബൈ 2 ഓൾ ഡിവൈഡ് ബൈ 0 സ്ക്വയർ അല്ലെ. റൂട്ട് ഓഫ് 1 പ്ലസ് 0 എന്ന് പറഞ്ഞാൽ റൂട്ട് 1 ആണ്. റൂട്ട് 1 എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. 1 മൈനസ് 1 0 ബൈ 2 എന്ന് പറഞ്ഞാൽ എന്താണ്? 0 ആണ്. ബൈ 0 സ്ക്വയർ 0. ഇതെന്ത് ഫോമായി? 0 ബൈ 0 ഫോം ആയി. ഇനി എന്ത് ചെയ്യുക? ഇതിനെ സെപ്പറേറ്റ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 അല്ലെ. റൂട്ട് എക്സിന്റെ ഡിഫറൻഷിയേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? അല്ലെ, റൂട്ട് എക്സിന്റെ ഡിഫറൻഷിയേഷൻ 1 ബൈ 2 ഇൻറ്റു റൂട്ട് എക്സ് കഴിഞ്ഞിട്ടില്ല, ഇതിൻ്റെ അകത്ത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് പോവാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ എന്താവും? 1 ബൈ 2 ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് ഇൻറ്റു ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 0, എക്സിന് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1, ഈ മൈനസ് 1നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 0, ഇനി മൈനസ് എക്സിന് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1 1 ബൈ 2 ഓൾ ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താവും? 2x. ഇന്ന് അറേഞ്ച് ചെയ്യുമ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 അല്ലെ, 0 പ്ലസ് 1 1 തന്നെയാണ്. 1 ബൈ 2 റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് മൈനസ് 1 ബൈ 2 ഓൾ ഡിവൈഡഡ് ബൈ 2x. ഇനി എന്ത് ചെയ്യുക? ലിമിറ്റ് വാല്യൂ കൊടുക്കുക. എന്ത് വരും? 1 ബൈ 2 ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് 0 മൈനസ് 1 ബൈ 2 അല്ലെ, ഓൾ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 0. അപ്പോൾ എന്തായി? ഇവിടെ 1 ബൈ 2 മൈനസ് 1 ബൈ 2 0 എന്തായി? വീണ്ടും 0 ബൈ 0 ഫോമായി. അപ്പോൾ എന്ത് ചെയ്യുക? ഇതിനെ എഗെയിൻ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഞാൻ ഡിഫറൻഷ്യൽ കോഷ്യൻ ഉപയോഗിച്ച് ഇങ്ങനെ പോകണം. അതിനുവേണ്ടി ഈ റൂട്ട് ഓഫ് 1 പ്ലസ് എക്സിനെ മുകളിലോട്ട് കൊണ്ടുപോയി. അപ്പോൾ എന്തായാലും ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 അല്ലെ, 1 ബൈ 2 എന്താ? 1 പ്ലസ് എക്സ് ഓൾ റൈസ് ടു മൈനസ് 1 ബൈ 2 അല്ലെ. താഴെ കിടക്കുന്ന 1 ബൈ റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് ആണ്. അപ്പോൾ ഇതിനെങ്ങനെ മാറ്റി എഴുതാം? 1 പ്ലസ് എക്സ് ഓൾ റൈസ് ടു 1 ബൈ 2 മുകളിലോട്ട് കൊണ്ടുപോകുമ്പോൾ 1 പ്ലസ് എക്സ് ഓൾ റൈസ് ടു മൈനസ് 1 ബൈ 2, ഈ മൈനസ് 1 ബൈ 2 ഓൾ ഡിവൈഡ് ബൈ 2x ആയി. എന്ത് ചെയ്യുക? സെപ്പറേറ്റ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. റിസൾട്ട് അറിയാം. എന്താണ്? ഡി ബൈ ഡി എക്സ് എക്സ് റൈസ് ടു എൻ ആണെങ്കിൽ n ഇൻറ്റു എക്സ് റൈസ് ടു n മൈനസ് 1 ആണ്. ഇവിടെ ഏതാണ്? ഡി ബൈ ഡി എക്സ് ഓഫ് 1 പ്ലസ് എക്സ് റൈസ് ടു മൈനസ് 1 ബൈ 2. അപ്പോൾ ചെയ്യുമ്പോൾ എന്താവും? എന്നിന്റെ സ്ഥാനത്ത് മൈനസ് 1 ബൈ 2. അപ്പോൾ മൈനസ് 1 ബൈ 2 ഇൻറ്റു 1 പ്ലസ് എക്സ് ഓൾ റൈസ് ടു മൈനസ് 1 ബൈ 2 മൈനസ് 1. അപ്പോൾ മൈനസ് 1 ബൈ 2 1 പ്ലസ് എക്സ് അത് ചെയ്തായി കഴിഞ്ഞാൽ മൈനസ് 3 ബൈ 2. അപ്പോൾ ഇവിടെ എന്ത് വരും? ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 ബൈ 2 ഇൻറ്റു മൈനസ് 1 ബൈ 2 1 പ്ലസ് എക്സ് ഓൾ റൈസ് ടു മൈനസ് 3 ബൈ 2. ഇനി മൈനസ് 1 ബൈ 2നെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്താണ്? അവിടെ 0 ആയി വരും. ഓൾ ഡിവൈഡ് ബൈ 2x ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 2 വരും. അപ്പോൾ ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 അല്ലെ. ഇവിടെ ഒരു 1 ബൈ 2 ഉണ്ട്, ഇവിടെ ഒരു 1 ബൈ 2 ഉണ്ട്. അപ്പോൾ എന്തായി? 1 ബൈ 4 ആയി. പിന്നെ താഴെ ഒരു 1 ബൈ 2 അല്ലെ, ഇവിടെ 2 ഉണ്ട്. അപ്പോൾ 1 ബൈ 8 ആയി.
ഇനി എന്താ ഇവിടെ ഒരു മൈനസ് ഉണ്ട്, അതെടുത്ത് എഴുതി. അപ്പോൾ 1 പ്ലസ് എക്സ് ഹോൾ റൈസ് ടു മൈനസ് 3/2. ഇനി ലിമിറ്റ് വാല്യൂ അപ്ലൈ ചെയ്യാം. അപ്പം എന്തായാലും -1/8 ഇൻറ്റു 1 പ്ലസ് 0 ഹോൾ റൈസ് ടു മൈനസ് 3/2. അപ്പോൾ -1/2 ഇൻറ്റു ഹോൾ റൈസ് ടു മൈനസ് 3/2 ഈക്വൽ ടു -1/8 ഇൻറ്റു 1. ആൻസർ എന്താണ്? -1/8. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേ? ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 x minus 2 divided by x square minus 4. ഇവിടെ ശ്രദ്ധിക്കുക, ആദ്യം ലിമിറ്റ് വാല്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് വരുന്നത്? 2 minus 2 by 2 square minus 4, that is 0 by അല്ലെ 4 minus 4 again 0 by 0 ഫോം ആണ്. അപ്പൊ ഇവിടെ നോക്കുക, ലിമിറ്റ് അപ്ലൈ ചെയ്യുന്ന ഒരു കണ്ടീഷനും കൂടി ഉണ്ട് അല്ലെ. ലിമിറ്റ് അപ്ലൈ ചെയ്യണമെങ്കിൽ ഏത് എൽ ഹോപ്പിറ്റൽ റൂൾ അല്ലാതെ തൊട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്യണമെങ്കിൽ ഏറ്റവും ഫാക്ടറൈസേഷൻ ചെയ്തതിന് ശേഷം മാത്രമേ ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അത് അറിഞ്ഞിരിക്കണം. ലിമിറ്റ് അപ്ലൈ ചെയ്യുന്ന എപ്പോഴാണ്? ഫാക്ടറൈസേഷൻ ചെയ്തിട്ട് ഏറ്റവും ചെറിയ ഫോമിലേക്ക് എഴുതിയതിനു ശേഷം മാത്രമേ ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റൂ. നമുക്ക് റിസൾട്ട് അറിയാം. എക്സ് സ്ക്വയർ മൈനസ് 4 ഇതിനെങ്ങനെ മാറ്റി എഴുതാം? എക്സ് സ്ക്വയർ മൈനസ് 2 സ്ക്വയർ എങ്ങനെ എഴുതാം അല്ലെ? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഏതാണ് ഫോം? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോമാണ്. അപ്പോൾ അതേപോലെ മാറ്റി എഴുതുമ്പോൾ ഇവിടെ എക്സ് മൈനസ് 2 ഇൻറ്റു അല്ലെങ്കിൽ എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 2 ആക്കി എഴുതാം. അപ്പോൾ അങ്ങനെ മാറ്റി എഴുതുന്നുണ്ടാവും ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എക്സ് മൈനസ് 2 ബൈ അല്ലെ എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 2. അപ്പോൾ മുകളിലും താഴെ ഒരു എക്സ് മൈനസ് 2 വെട്ടിപ്പോയി. ബാക്കിയാവും ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 1 ബൈ എക്സ് പ്ലസ് 2. ഈ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താവും? 1 ബൈ 2 പ്ലസ് 2 1/4 ആണ് ഇതിന്റെ ലിമിറ്റിംഗ് വാല്യൂ. ഇനി അടുത്ത ക്വസ്റ്റ്യന് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 റൂട്ട് ഓഫ് എക്സ് പ്ലസ് 2 മൈനസ് റൂട്ട് 2 ഓൾ ഡിവൈഡഡ് ബൈ എക്സ്. അപ്പോൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താവും? റൂട്ടിന്റെ അല്ലെ എക്സിന് 0 ആക്കുമ്പോൾ 0 പ്ലസ് 2 മൈനസ് റൂട്ട് 2 ബൈ 0 എന്തായി? റൂട്ട് 2 മൈനസ് റൂട്ട് 2 ബൈ 0 ആയി. 0 ബൈ 0. ഇതും എന്താണ്? ഇൻഡെറ്റർമിൻ ഫോമുകളാണ്. ഇവിടെ നമ്മൾ ഈ റൂട്ടൊക്കെ വരുമ്പോൾ ചെയ്യുന്ന രീതിയാണ് ഇതിനെ കോഞ്ചുഗേറ്റ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ഇവിടെ കോഞ്ചുഗേറ്റ് ആയിട്ട് എടുക്കുന്നത് ഏതാണ് വെച്ചാൽ റൂട്ട് ഓഫ് എക്സ് പ്ലസ് 2 മൈനസ് റൂട്ട് 2 ആണ് അല്ല. ഇതിന്റെ കോഞ്ചുഗേറ്റ് എന്ന് പറയുമ്പോൾ ഏതാ വരുന്നത്? റൂട്ട് ഓഫ് എക്സ് പ്ലസ് 2 മൈനസ് ഇവിടെ ആയതുകൊണ്ട് ഇവിടെ പ്ലസ് എന്തായി? റൂട്ട് 2 ആക്കിയെടുക്കും. അപ്പോൾ അതിനെ ഈ ഇക്വേഷനെ എന്ത് ചെയ്യാണ്? കോഞ്ചുഗേറ്റ് കൊണ്ട് താഴെ മുകളിലും ഗുണിക്കുകയാണ് വരുന്നത്. അപ്പോൾ എന്താ? ലിമിറ്റ് എക്സ് ടെൻസ് 0 റൂട്ട് ഓഫ് എക്സ് പ്ലസ് 2 മൈനസ് റൂട്ട് 2 ഡിവൈഡഡ് ബൈ എക്സ് ഇൻറ്റു ഇതിനെ കോഞ്ചുഗേറ്റ് എന്ന റൂട്ട് എക്സ് പ്ലസ് 2 പ്ലസ് റൂട്ട് 2 ഡിവൈഡഡ് ബൈ റൂട്ട് എക്സ് പ്ലസ് 2 പ്ലസ് റൂട്ട് 2. അപ്പോൾ ഇതേതായി? എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി ഫോമായി. അപ്പോൾ തൊട്ടുമ്പോൾ ചെയ്തിരുന്നു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എന്താവും? എക്സ് പ്ലസ് 2 മൈനസ് അല്ലെ 2 ആയി ഡിവൈഡഡ് ബൈ എക്സ് ഇൻറ്റു റൂട്ട് എക്സ് പ്ലസ് 2 പ്ലസ് റൂട്ട് 2 ഒരു ബ്രാക്കറ്റ്. ഇനി എന്ത് ചെയ്യാം? ഈ ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുമ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 അല്ലെ ഈ 2 2 വെട്ടിപ്പോയി. അപ്പോൾ എക്സ് ബൈ എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് പ്ലസ് 2 പ്ലസ് റൂട്ട് 2. അപ്പോൾ താഴെ മുകളിലും എക്സ് ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 ബൈ റൂട്ട് എക്സ് പ്ലസ് 2 പ്ലസ് റൂട്ട് 2. ഈ 0 വാല്യൂ കൊടുക്കുമ്പോൾ 1 ബൈ 0 പ്ലസ് അല്ലെ റൂട്ടിനകത്ത് 0 പ്ലസ് 2 പ്ലസ് റൂട്ട് 2. അപ്പോൾ എന്തായി? റൂട്ട് 2 പ്ലസ് റൂട്ട് 2 എന്തായി? ആൻസർ 2 റൂട്ട് 2. ശരിയല്ലോ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ് സ്ക്വയർ ബൈ ലോഗ് സീക്ക് എക്സ്. അപ്പോൾ ആദ്യം 0 അപ്ലൈ ചെയ്യുമ്പോൾ എന്താവും? 0 ബൈ ലോഗ് സീക്ക് 0 അല്ലെ ഈക്വൽ ടു എന്താവും? ലോഗ് സീക്ക് 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇപ്പോൾ 0 ബൈ 0 ഫോമിലേക്ക് വന്നു. ഇനി ഇത് നമുക്ക് ചെറുതാക്കാനൊന്നും പറ്റുന്നില്ല. എന്ത് ചെയ്യാം? ഇതിനെ സെപ്പറേറ്റ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ എന്താവും? ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ് സ്ക്വയർ ഡിഫറൻഷിയേറ്റ് 2x. ഇനി ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ് എന്താ വരുന്നത്? 1 ബൈ എക്സ് ആണ്. അപ്പോൾ എന്താവും? 1 ബൈ സീക്ക് എക്സ് കഴിഞ്ഞിട്ടില്ല. സീക്ക് എക്സിന് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ സീക്ക് എക്സ് ഇൻറ്റു ടാൻ എക്സ് അല്ലെ ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 അല്ലെ ഈ സീക്ക് എക്സും ഈ സീക്ക് എക്സും വെട്ടിപ്പോയി. ഇപ്പോൾ 2x ബൈ എന്താവും? ടാൻ എക്സ് ആവും.
ഈ ലിമിറ്റ് വാല്യൂ കൊടുക്കുമ്പോൾ എന്ത് വരിക അല്ല ലിമിറ്റ് വാല്യൂ ആകുമ്പോൾ 2 into 0 by tan 0. tan 0 എന്താണ് 0 അല്ലെ 0 തന്നെയാണ്. അപ്പോൾ അഗെയിൻ 0 by 0 വരും. ഇനി എന്ത് ചെയ്യുക അതിന് അഗെയിൻ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. എന്താ ലിമിറ്റ് എക്സ് ടെൻസ് 0 2x ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2x ആയി. tan x എന്തായി sec square x ആയി ഈക്വൽ ടു ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്താവും 2 by sec square 0. sec square 0 എന്ന് പറഞ്ഞാൽ sec 0 1 ആണ്. അപ്പോൾ ഈക്വൽ ടു 2 by 1 ഈക്വൽ ടു 2 കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് ലിമിറ്റ് എക്സ് ടെൻസ് 0 8x square by cos x minus 1. അപ്പം എന്ത് ചെയ്യുക 0 അപ്ലൈ ചെയ്യുമ്പോൾ എന്താവും 8 into 0 by cos 0 minus 1. 0 by cos 0 1 ആണ് 1 minus 1 അഗെയിൻ എന്താ ഇവിടെ 0 by 0 ഫോം ആയി. അപ്പോൾ എന്ത് ചെയ്യുക സെപ്പറേറ്റ് ആയിട്ട് ഡിഫറൻഷ്യൽ. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് 0 അല്ലേ 8 into x square ഡിഫറൻഷ്യറ്റ് ചെയ്താൽ 2x ആയി ബൈ cos x ഡിഫറൻഷ്യറ്റ് ചെയ്താൽ മൈനസ് sin x ആയി ഈക്വൽ ടു എന്ന് അറേഞ്ച് ചെയ്യുമ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 8 into 2 16x ഞാൻ മൈനസ് മുന്നോട്ട് എഴുതി ബൈ sin x. ഇനി വാല്യൂ കൊടുക്കുമ്പോൾ എന്താ വരിക അല്ലേ മൈനസ് 16 into 0 ബൈ sin 0. sin 0 എന്ന് പറഞ്ഞാൽ 0 അപ്പോൾ 0 by 0. അപ്പോൾ എഗെയിൻ 0 by 0 ഫോമായി. അപ്പോൾ എഗെയിൻ സെപ്പറേറ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ 16 അല്ലേ എക്സിന് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും ഫസ്റ്റ് ലിമിറ്റ് എക്സ് ടെൻസ് 0 16x മൈനസ് 16 ആയി. ഇനി സൈൻ എക്സിന് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കോസ് എക്സ്. അപ്പോൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ എന്താവും മൈനസ് 16 ബൈ അല്ലേ എക്സിന് 0 കൊടുക്കുമ്പോൾ കോസ് 0 വരും. കോസ് 0 എത്രയാണ് 1 ആണ്. അപ്പോൾ മൈനസ് 16 by 1 ഈക്വൽ ടു മൈനസ് 16 വരും. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 e raised to sin x minus 1 minus x all divided by x square. ലിമിറ്റ് കൊടുക്കുമ്പോൾ e raised to sin 0 minus 1 minus 0 by 0 square അല്ലേ sin 0 0. അപ്പോൾ e raised to 0 minus 1 by 0 എന്താ e raised to 0 1 ആണ് 1 minus 1 by 0 ഈക്വൽ ടു എന്തായി 0 by 0 ഫോമായി. ഇനി എന്ത് ചെയ്യുക ഇതിനെ അല്ലേ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് വരും ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 e raised to sin x ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ അല്ലേ ഫസ്റ്റ് e raised to അതിനെ എടുത്ത് ചെയ്ത sin x ഇൻറ്റു കോസ് അല്ല sin x ഡിഫറൻഷ്യൽ കോസ് എക്സ് 1 ഡിഫറൻഷ്യൽ 0 എക്സിന് ഡിഫറൻഷ്യൽ ചെയ്താൽ 1 ഓൾ ഡിവൈഡഡ് ബൈ 2x. ഈ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താവും ഇവിടെ e raised to sin 0 ഇൻറ്റു കോസ് 0 മൈനസ് 1 അല്ലേ ബൈ 2 ഇൻറ്റു 0 സൈൻ അല്ല 0 0 ആണ്. അപ്പോൾ e raised to 0 കോസ് 0 1 ആണ് മൈനസ് 1 ബൈ 0 എന്തായി e raised to 0 1 1 ഇൻറ്റു 1 മൈനസ് 1 ബൈ 0 അഗെയിൻ 1 മൈനസ് 1 ബൈ 0 ഇതായി അഗെയിൻ 0 ബൈ 0 ഫോം. അപ്പോൾ എന്ത് ചെയ്യുക അഗെയിൻ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 അല്ലേ ഇവിടെ എന്താ പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യേണ്ടി വരും. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ആണ് കോസ് എക്സിന് ഡെറിവേറ്റ് ചെയ്യുമ്പോൾ മൈനസ് സൈൻ എക്സ് പ്ലസ് ഇനി കോസ് എക്സ് ഇൻറ്റു ഇനി e raised to sin x ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് e raised to sin x തന്നെയാണ് ഇൻറ്റു കോസ് എക്സ്. ഇനി 1 ഡിഫറൻഷിയേറ്റ് ചെയ്താൽ അത് 0 ആയിപ്പോയി മൈനസ് 0 ഓൾ ഡിവൈഡഡ് ബൈ 2 എക്സിന് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2 ആയി. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താവും സൈൻ 0 ഇൻറ്റു മൈനസ് എന്തുവരും സൈൻ 0 പ്ലസ് കോസ് 0 ഇൻറ്റു e raised to sin 0 കോസ് 0 ഓൾ ഡിവൈഡഡ് ബൈ 2 ആയി. ഇനി ഈക്വൽ ടു സൈൻ 0 0 ആയതുകൊണ്ട് ഈ ടേം മൊത്തം 0 ആയി. ഇനി ഈ ടേം നോക്കിയാൽ മതി കോസ് 0 1 ഇവിടെയും 1 അപ്പോൾ 1 ഇൻറ്റു സൈൻ 0 0 ഇൻറ്റു 1 ബൈ 2 അപ്പോൾ എന്തായി e raised to 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ 1 ബൈ 2 ആൻസർ ആയി. അടുത്ത ക്വസ്റ്റ്യൻ ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ ബൈ 4 sec square x മൈനസ് 2 ഇൻറ്റു tan x ഓൾ ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് 4x. ഇനി എന്ത് വരും എക്സിന്റെ സ്ഥാനത്ത് പൈ ബൈ 4 കൊടുക്കുക. അപ്പോൾ എന്താ sec സ്ക്വയർ പൈ ബൈ 4 മൈനസ് 2 ഇൻറ്റു tan പൈ ബൈ 4 ഓൾ ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് 4 പൈ ബൈ 4. ഇനി sec പൈ ബൈ 4 എന്ന് പറഞ്ഞാൽ √2 ആണ് ഹോൾ സ്ക്വയർ. tan പൈ ബൈ 2 എന്ന് പറഞ്ഞാൽ 1 ആണ് 2 ഇൻറ്റു 1 ഇനി പ്ലസ് ഈ 4ഉം 4ഉം വിട്ടപ്പോൾ കോസ് പൈ ആണ്. കോസ് പൈൻ്റെ വാല്യൂ എന്താ -1 ആണ്. അപ്പോൾ എന്താവും 2 മൈനസ് 2 ബൈ
1 മൈനസ് 1 ഈ 0/0 ഫോം. ഇവിടെ ശ്രദ്ധിക്കുക കോസ് n പൈ എന്ന് പറഞ്ഞാൽ -1 ഓൾ റൈസ് ടു n ആണ്. അതുകൊണ്ടാണ് ഇവിടെ മൈനസ് എന്നിന്റെ സ്ഥാനത്ത് ഇവിടെ 1 ആയതുകൊണ്ട് -1 ഓൾ റൈസ് ടു 1 എന്ന് പറഞ്ഞാൽ -1. അപ്പോൾ ഇത് 0/0 ഫോം ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. സെപ്പറേറ്റിലായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു π/4. sec square x ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2 sec square x ഇൻറ്റു tan x മൈനസ് tan x ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2 sec square x ഓൾ ഡിവൈഡഡ് ബൈ താഴത്തെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താവും -4 sin 4x. ഇനി എന്ത് ചെയ്യാം, ഇതിനകത്തുനിന്ന് രണ്ടിനും sec square x ഉണ്ട്, അത് ഔട്ട് സൈഡ് എടുക്കുക. അപ്പോൾ ലിമിറ്റ് x ടെൻസ് ടു π/4 2 sec square കോമൺ ആക്കി എടുത്താൽ 2 sec square x ഇൻറ്റു tan x -1 ഓൾ ഡിവൈഡഡ് ബൈ -4 sin 4x. അപ്പം ഇനി വീണ്ടും π/4 കൊടുക്കുമ്പോൾ എന്താവും 2 ഇൻറ്റു sec square π/4 എന്ന് പറയുമ്പോൾ √2 ഹോൾ സ്ക്വയർ tan π/4 എന്താണ് 1 ആണ്, 1 മൈനസ് 1 ഓൾ ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു സൈൻ 4 ഇൻറ്റു അല്ലെ π/4. ഈ 4 വെട്ടി മുകളിൽ എന്താ ഇവിടെ 0 ആയപ്പോൾ 0/. ഇനി സൈൻ പൈ എന്നാ വരുന്നത് അല്ലെ, സൈൻ n പൈ എന്താണ് ആൾവേസ് 0 ആണ്. അപ്പോൾ ഇതെന്താ സൈൻ n അല്ലെ പൈ മാത്രമാണ്. അപ്പോൾ ഇതെന്താ ഇതും 0 ആണ്. അപ്പോൾ കിട്ടിയത് 0/0 ഫോമിലായി. ഇനി എന്ത് ചെയ്യും, ഇതിനെ സെപ്പറേറ്റ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരും, ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു π/4 the first function is sec square x into sec square x tan x differentiate ചെയ്യുമ്പോൾ എന്താവും sec square x ആയി പ്ലസ് tan x minus 1 into sec square x differentiate ചെയ്യുമ്പോൾ 2 into sec square x into tan x all divided by -8 into cos 4x. ഇനി വാല്യൂ അപ്ലൈ ചെയ്യുമ്പോൾ എന്താവും, ഇവിടെ sec അല്ലെ sec square π/4 into sec square π/4 plus tan π/4 minus 1 into 2 into sec square π/4 into tan π/4 all divided by -8 into cos 4 π/4. അപ്പോൾ ഇതെന്താ വാല്യൂ, √2 ഹോൾ സ്ക്വയർ ഇൻറ്റു √2 ഹോൾ സ്ക്വയർ പ്ലസ് tan π/4 1 ആണ് -1 ഇൻറ്റു sec സ്ക്വയറിന് √2 ഹോൾ സ്ക്വയർ ഇൻറ്റു tan π/4 1 ആണ് ഓൾ ഡിവൈഡഡ് ബൈ ഈ 4 വെട്ടി. അപ്പോൾ എന്താവും cos π എന്ന് പറഞ്ഞാൽ എന്താണ് -1. അപ്പോൾ ഇവിടെ 1 മൈനസ് 1 ആണ്, അപ്പോൾ ഇത് 0 ആയിപ്പോയി. അപ്പോൾ ഈ ടേം മൊത്തം എന്തായി 0 ആയിപ്പോയി, ബാക്കി ഈ ടേം ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്താവും √2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 ആണ്, √2 സ്ക്വയർ ആണ് 2 ബൈ -8. അപ്പോൾ എന്തായി 4/-8 വെട്ടിപ്പോയി എന്താവും -1/. ഇനി മൈനസ് ഇവിടെ പ്ലസ് ആയി, അപ്പോൾ ഇവിടെ പ്ലസ് ആണ്. അപ്പോൾ ആൻസർ എന്തായി +1/2 എന്നാണ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1/sin x minus 1/x. ഈ ഡയറക്റ്റ് ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്താ കിട്ടുക അല്ലെ, 1/sin 0/1/0. ഇതെന്താണ് 1/0 പറഞ്ഞാൽ sin 0 എന്ന് പറഞ്ഞാൽ 0 ആണ്, -1/0 അല്ലെ, ഇതാണ് ഈക്വൽ ടു ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി. അപ്പോൾ ഇത് ഇൻഡിറ്റർമിനേറ്റ് ഫോം ആണ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഹോപ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യണമെങ്കിൽ ആ ഡിഫറൻഷിയേഷൻ അപ്ലൈ ചെയ്യണമെങ്കിൽ 2 കണ്ടീഷൻസ് ഉണ്ട്. ഒന്നില്ലെങ്കിൽ എന്താണ് ഇൻഫിനിറ്റി വരണം, അല്ലെങ്കിൽ 0/0 ഫോം വരണം. ഈ 2 ഇങ്ങനെ വരികയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്താണ് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററെയും സെപ്പറേറ്റ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഫോമിലേക്ക് വരുത്താൻ നോക്കണം. ഞാൻ ഇതിനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് നോക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ എക്സ് മൈനസ് സൈൻ എക്സ് ബൈ എക്സ് ഇൻറ്റു സൈൻ എക്സ് ആയി. ഇനി വാല്യൂ ഇട്ട് കൊടുക്കുക. എക്സിന് 0 കൊടുത്താൽ 0 മൈനസ് സൈൻ 0 ബൈ 0 ഇൻറ്റു സൈൻ 0 സൈൻ അല്ല 0 മൈനസ് സൈൻ 0 0 ആണ് 0. അപ്പോൾ എന്തായി ഇത് 0/0 ഫോമിലായി. ഞാൻ പറഞ്ഞിരുന്നു അല്ലെ, ഹോപ്പിറ്റൽ റൂള് ഇൻഡിറ്റർമിനേറ്റ് ഫോം വരികയും
അതിന് 0/0 ഫോം അല്ലെങ്കിൽ ഇൻഫിനിറ്റി എന്ന ഫോം വന്നാൽ മാത്രമേ എന്താണ് കോഷ്യന്റെയും ഡിനോമിനേറ്ററിനെയും സെപ്പറേറ്റ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ വന്നല്ലോ 0/0 ഫോം വന്നു. ഇനി എന്ത് ഇതിന് സെപ്പറേറ്റ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പൊ എന്താവും ലിമിറ്റ് എക്സ് ടെൻസ് ടു 0. എക്സിന് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 1, സൈൻ എക്സിന് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ കോസ് എക്സ് ബൈ താഴെ എന്ത് ചെയ്യണം പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യണം. അപ്പൊ എന്താ എക്സ് ഇൻറ്റു സൈൻ എക്സിന് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ കോസ് എക്സ് പ്ലസ് ഇനി എക്സിന് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 1 അപ്പോൾ സൈൻ എക്സ്. എന്നിട്ട് ലിമിറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ എന്താവും അല്ലെ 1 മൈനസ് കോസ് 0 ഡിവൈഡഡ് ബൈ 0 ഇൻറ്റു കോസ് 0 പ്ലസ് സൈൻ 0 ഈക്വൽ ടു 1 മൈനസ് കോസ് 0 1 ആണ്. ഇവിടെ മൊത്തം 0 ആയി സൈൻ 0 0 എന്താ അഗെയിൻ 0/0 ഫോമിൽ. അപ്പോൾ ഇതിനെ വീണ്ടും എന്ത് ചെയ്യുക ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്താണ് 0 ആയി മൈനസ് ഇനി കോസ് എക്സിന് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്താണ് മൈനസ് സൈൻ എക്സ് അല്ലെ. അപ്പോൾ ഫസ്റ്റ് ഒരു മൈനസ് ഉണ്ട് പിന്നെ മൈനസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ ഇതിന്റെ പ്രൊഡക്റ്റ് കൊടുക്കുമ്പോൾ എക്സ് ഇൻറ്റു കോസ് എക്സിന് ഡിഫറൻഷിയേറ്റ് മൈനസ് സൈൻ എക്സ് പ്ലസ് എക്സിന് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 1 കോസ് എക്സ് പ്ലസ് ഇനി സൈൻ എക്സിന് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ കോസ് എക്സ്. അപ്പോൾ ഈക്വൽ ടു ഇനി എന്തൊരു വാല്യൂ അപ്ലൈ ചെയ്യുമ്പോൾ എന്താവും അല്ലെ 0 കൊടുക്കുമ്പോൾ മൈനസിന് മൈനസ് പ്ലസ് ആയി. അപ്പോൾ സൈൻ 0 ബൈ അല്ലെ 0 ഇൻറ്റു മൈനസ് സൈൻ 0 പ്ലസ് പിന്നെ ആരൊക്കെ കോസ് 0 പ്ലസ് കോസ് 0. അപ്പോൾ 0 ബൈ ഇത് 0 ആയി പോയി ഈ ടേം ബാക്കി എന്താ കോസ് 0 പ്ലസ് കോസ് 0 1 ആണ് അഗെയിൻ 1 അപ്പോൾ എന്തായി 0/2. 0/2 എന്ന് പറഞ്ഞാൽ എന്താണ് 0 ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് ഷോ ദാറ്റ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 പ്ലസ് എക്സ് ഓൾ റൈസ് ടു 1/x ഈക്വൽ ടു ഇ. ഇത് ബൈ ഹാർട്ട് ചെയ്യണം റിസൾട്ട്. ഇത് പല പ്രോബ്ലത്തിന് നമുക്ക് ആവശ്യം വരുന്നൊരു റിസൾട്ടും കൂടിയാണ്. അപ്പോൾ എന്ത് ചെയ്യുക തന്ന ഇത് പവർ ഫംഗ്ഷനിലേക്ക് വരുന്ന റിസൾട്ടാണ് അല്ലേ. അപ്പം ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് ലിമിറ്റ് ഇട്ട് കൊടുക്കാം. എന്താ വരുന്നത് ലിമിറ്റ് 1 പ്ലസ് 0 ഓൾ റൈസ് ടു 1/0 എന്തായി അല്ലെ 1 റൈസ് ടു 1/0 1/0 ഇൻഫിനിറ്റി. അപ്പോൾ 1 റൈസ് ടു ഇൻഫിനിറ്റി ഇൻഡിറ്റർമിനന്റ് ഫോം ആണ്. ഇൻഡിറ്റർമിനന്റ് പവർ ഫംഗ്ഷനിലേക്ക് വരുന്ന ഇൻഡിറ്റർമിനന്റ് ഫോം ആണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യുക ഈ പവർ ഇതിൽ വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന രീതി എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ തന്ന ഫംഗ്ഷനെ ഒരു എഫ് ഓഫ് എക്സ് ആക്കി സെലക്ട് ചെയ്യുക. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 പ്ലസ് എക്സ് ഓൾ റൈസ് ടു 1/x. ഏത് പവർ ഇങ്ങനെ 1 റൈസ് ടു ഇൻഫിനിറ്റി അല്ലെങ്കിൽ ഇൻഫിനിറ്റി റൈസ് ടു ഇൻഫിനിറ്റി ഒക്കെ വരുമ്പോൾ നമ്മൾ പവർ ഫംഗ്ഷൻ ആക്കി വരുന്ന കേസുകളാണ് അങ്ങനെ വരാറുള്ളൂ. അപ്പോൾ ആ ഫംഗ്ഷനെ തന്ന ഫംഗ്ഷൻ എന്ത് ചെയ്യുക ഇതിനെ എന്ത് ചെയ്യുക എഫ് ഓഫ് എക്സ് ആക്കി എടുക്കുക. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 പ്ലസ് എക്സ് ഓൾ റൈസ് ടു 1/x. ഇനി എന്ത് ചെയ്യുക ഇതിൽ ലോഗരിതം അപ്ലൈ ചെയ്യുക. അപ്പോൾ ലോഗ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലോഗ് ഓഫ് 1 പ്ലസ് എക്സ് ഓൾ റൈസ് ടു 1/x വരും. ഇപ്പോൾ ലോഗ് നമുക്കറിയാം റിസൾട്ട് അപ്ലൈ ചെയ്യുമ്പോൾ 1/x ഇൻറ്റു ലോഗ് ഓഫ് 1 പ്ലസ് എക്സ് വരും. ഇനി ഈ എക്സിനെ താഴോട്ട് കൊണ്ടുപോകാം. അപ്പോൾ ലോഗ് ഓഫ് 1 പ്ലസ് എക്സ് ബൈ എക്സ്. ഇനി എന്ത് ചെയ്യുക വാല്യൂ അപ്ലൈ ചെയ്യുമ്പോൾ എന്താവും അല്ലേ ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യുക. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ലോഗ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ലോഗ് 1 പ്ലസ് എക്സ് ബൈ എക്സ്. അപ്പോൾ 0 കൊടുക്കുമ്പോൾ ലോഗ് ഓഫ് 1 പ്ലസ് 0/0 ലോഗ് 1/0 ലോഗ് 1 0 ആണ്. അപ്പോൾ 0/0 ഫോം ആയി. അപ്പോൾ എന്ത് ചെയ്യാം അപ്പോൾ 0/0 ഫോം ആണെങ്കിൽ ഇതിന് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ എന്തായി ലോഗിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 1/1 പ്ലസ് എക്സ്. ഇനി എക്സിന് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 1 ആയി. ഇപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഇനി എന്താവും ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1/1 പ്ലസ് എക്സ്. അപ്പോൾ എന്താവും ലിമിറ്റ് കൊടുക്കുമ്പോൾ 1/1 പ്ലസ് 0 എന്തായി 180. അപ്പോൾ ഇതെന്താണ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ലോഗ് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ ആണ് 1. അപ്പോൾ നമുക്കറിയാം വെറും നമുക്ക് എഫ് ഓഫ് എക്സ് ആണ് കിട്ടുന്നത്. അപ്പോൾ ആ ലോഗ് ഒഴിവാക്കാൻ വേണ്ടി എന്ത് ചെയ്യുക എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ എന്താവും ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഇ റൈസ് ടു ലോഗ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇ റൈസ് ടു 1. നമുക്ക് റിസൾട്ട് അറിയുന്നത് ഇ റൈസ് ടു ലോഗ് സെഡ് എന്ന് പറഞ്ഞാൽ സെഡ് ആണ്. അപ്പോൾ എന്താവും ഇവിടെ വരിക ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇ വരും അല്ലെ. എഫ് ഓഫ് എക്സ് എന്തായിരുന്നു നമ്മൾ എടുത്ത ഫംഗ്ഷന് ലോഗ് ഓഫ്
1 plus x all raised to 1 by x equal to e ആണ്. അപ്പോൾ ഈ റിസൾട്ട് ബൈ ഹാർട്ട് ചെയ്യുകയും ചെയ്യുക. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഷോ ദാറ്റ് ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 1 plus 1 by x all raised to x equal to e. അപ്പോൾ ഇതേപോലെ റിസൾട്ട് കൂടിയാണ്. ഇതും ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. റിസൾട്ട് പ്രോബ്ലം ചെയ്യുമ്പോൾ ആവശ്യം വരുന്നതാണ്. ഇനി ഇവിടെ എന്ത് ചെയ്യുക? ആദ്യം വാല്യൂ ഇൻഫിനിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ 1 plus 1 by infinity raised to infinity അല്ലേ? ഇപ്പോൾ 1 by infinity പറഞ്ഞാൽ 0 ആയി അല്ലേ? 1 plus 0 raised to infinity. അപ്പോൾ എന്താ? 1 raised to infinity വന്നു. അപ്പോൾ ഇങ്ങനെ ഈ പവറിലേക്ക് വരുന്ന ഇൻഫിനിറ്റികളെ ആ ഇൻഡിറ്റർമിനന്റ് ഫോമിലൊക്കെ നമ്മൾ ചെയ്യുന്നത് ഈ തന്ന ഫംഗ്ഷൻ എന്താക്കി എഫ് ഓഫ് എക്സ് ആക്കി സെലക്ട് ചെയ്യുക. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 plus 1 by x all raised to x. ഇനി എന്ത് ചെയ്യുക? ലോഗരിതം അപ്ലൈ ചെയ്യാം. അപ്പോൾ log of f of x equal to log of 1 plus 1 by x all raised to x. അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്താവും? x ഇൻറ്റു ലോഗ് ഓഫ് 1 പ്ലസ് 1 ബൈ എക്സ്. കാരണം എന്താ? ലോഗ് എ റേസ് ടു ബി എന്ന് പറഞ്ഞാൽ ബി ഇൻറ്റു ലോഗ് എ ആണ്. ആ രീതിയിൽ മാറ്റി എഴുതി. അപ്പോൾ ഇതിനെ താഴോട്ട് കൊണ്ടുപോവുക. അപ്പോൾ എന്താവും? ഈക്വൽ ടു log of 1 plus 1 by x 1 by x. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി log f of x ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി അല്ലേ log of 1 plus 1 by x by 1 by x. ഇപ്പോൾ ശ്രദ്ധിക്കുക, ഞാൻ ഇങ്ങനെ മാറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഡയറക്റ്റ് ലിമിറ്റ് കൊടുത്തു എന്ന് വിചാരിക്കുക ഇവിടെ. അപ്പോൾ എന്താ? ഇൻഫിനിറ്റി ഇൻറ്റു ലോഗ് 1 plus 1 by ഇൻഫിനിറ്റി ഇൻറ്റു ലോഗ് 1 plus 0. അപ്പോൾ എന്താ? ഇൻഫിനിറ്റി ഇൻറ്റു ലോഗ് 1 എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി ഇൻറ്റു 0. അപ്പോൾ ഇത് ഇൻഡിറ്റർമിനന്റ് ഫോം തന്നെ വീണ്ടും വന്നു. അപ്പോൾ അതിനെ അറേഞ്ച് ചെയ്യണം. എന്ത് ആണ് നമ്മൾ അല്ലേ? ഹോപ്പിറ്റൽ റൂൾ അപ്ലൈ എങ്കിൽ എന്താണ്? താഴെ മുകളിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യണമെങ്കിൽ റൂൾ എന്തായിരുന്നു? ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ആയിരിക്കണം, അല്ലെങ്കിൽ 0 by 0 ഫോമിലേക്ക് വരണം. അതിന് വേണ്ടി ആ അറേഞ്ച്മെന്റ് ഞാൻ ഇവിടെ തന്നെ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ മാറ്റി എഴുതി. ഇനി എന്ത് ചെയ്യുക? അപ്പോൾ ഇതിന് അപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരിക? ലിമിറ്റ് കൊടുക്കുമ്പോൾ അല്ലേ 1 by 0 ഇവിടെ ചെയ്തിട്ടുണ്ട്. എന്താ? ലോഗ് 1 എത്രയാണ്? 0 ആണ്. താഴെ 1 by 0 അല്ലേ? 1 by ഇൻഫിനിറ്റി വരും. 1 by ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? 0 ആണ്. അപ്പോൾ 0 by 0 ഫോമിലേക്ക് വന്നു. എന്നിട്ട് എന്ത് ചെയ്യുക? അതിന് താഴെ മുകളിലും എന്ത് ചെയ്യുക? ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ എന്താവും? ഈക്വൽ ടു അപ്പോൾ 1 by 1 plus 1 by x കഴിഞ്ഞിട്ടില്ല. ഇതിന് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 0, ഇതിന് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ -1 by x സ്ക്വയർ ഓൾ ഡിവൈഡഡ് ബൈ 1 by x ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ -1 by x സ്ക്വയർ. ലിമിറ്റ് ഉണ്ട്. ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി. ഇനി -1 by x സ്ക്വയറും -1 by x സ്ക്വയറും വെട്ടിപ്പോവും. അപ്പോൾ എന്താവും? ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 1 by 1 plus 1 by x. അപ്പോൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 1 by 1 plus 1 by ഇൻഫിനിറ്റി. അപ്പോൾ എന്താവും? 1 by 1 plus 0 എന്തായി? 1 ആയി. അപ്പോൾ നമുക്ക് കിട്ടിയത് എന്താണ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ലോഗ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 കിട്ടി. നമുക്ക് വെറും എഫ് ഓഫ് എക്സ് ആണ് വേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യുക? എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു ലോഗ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇ റൈസ് ടു 1. അപ്പോൾ വാല്യൂ എന്താവും? വെറും എഫ് ഓഫ് എക്സ് അല്ലേ? ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇ എന്ന് വരും. എഫ് ഓഫ് എക്സ് എന്തായിരുന്നു നമ്മൾ എടുത്തത്? ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് എന്തായിരുന്നു? 1 plus 1 by x all raised to x equal to e. അപ്പോൾ ഈ റിസൾട്ടും പഠിച്ചു വെക്കുക. അടുത്ത ക്വസ്റ്റ്യന് ലിമിറ്റ് എക്സ് ടെൻസ് 0 സൈൻ എക്സ് ഓൾ റൈസ് ടു ടാൻ എക്സ്. ഫസ്റ്റ് ലിമിറ്റ് കൊടുക്കുമ്പോൾ സൈൻ 0 ഓൾ റൈസ് ടു ടാൻ 0 സൈൻ 0 റൈസ് ടു 0 ആയി. അപ്പോൾ പവർ ഇൻഡിറ്റർമിനന്റ് ഫോമിലേക്ക് വന്നു. ഇതിനെന്ത് ചെയ്യുക? ഇങ്ങനെ വരുമ്പോൾ തന്ന ഫംഗ്ഷൻ എന്താക്കി? എഫ് ഓഫ് എക്സ് ആക്കി എടുക്കുക. അപ്പോൾ സൈൻ എക്സ് ഓൾ റൈസ് ടു ടാൻ എക്സ് ആയി. ഇനി ലോഗ് അപ്ലൈ ചെയ്യാം. അപ്പോൾ ലോഗ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലോഗ് സൈൻ എക്സ് ഓൾ റൈസ് ടു ടാൻ എക്സ്. അപ്ലൈ ചെയ്യുമ്പോൾ എന്താവും? ടാൻ എക്സ് ഇൻറ്റു ലോഗ് സൈൻ എക്സ്. ഇനി എന്ത് ചെയ്യുക? ലിമിറ്റ് അപ്ലൈ ചെയ്യാം. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ലോഗ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ടാൻ എക്സ് ലോഗ് സൈൻ എക്സ്. ഓക്കെ,
ഇവിടെ ശ്രദ്ധിക്കുക. ഇനി അപ്ലൈ ചെയ്യുമ്പോൾ ടാൻ 0 ആയി ഇൻറ്റു ലോഗ് സൈൻ 0. ടാൻ 0 പറഞ്ഞാൽ 0 ആണ്, സൈൻ 0 0 ആണ്. അപ്പോൾ 0 ഇൻറ്റു ലോഗ് 0 ഇൻറ്റു ഇൻഫിനിറ്റി തന്നെയാണ്. അപ്പോൾ എന്താ 0 ഇൻറ്റു ഇൻഫിനിറ്റി വന്നു. അപ്പോൾ ഇൻഡിറ്റർമിൻ ഫോം തന്നെയാണ്. പക്ഷെ നമുക്ക് എൽ ഹോപ്പിറ്റൽ റൂളിൽ ഡിഫറൻഷിയേറ്റിംഗ് നമ്മൾ അല്ലെ ഡിഫറൻഷിയേറ്റ് ചെയ്യണമെങ്കിൽ അല്ലെ നമ്മൾ ബൈ എന്താ വരുന്നത് 0/0 ഫോം ആകണം, അല്ലെങ്കിൽ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ആകണം, അല്ലെങ്കിൽ 0/0 എന്ന ഫോമിലേക്ക് വരണം. അപ്പൊ ഇതിനെ ടാൻ എക്സിനെ താഴോട്ട് കൊണ്ടുവന്നാൽ അങ്ങനെ വരുമല്ലോ. അപ്പൊ അങ്ങനെ മാറ്റി ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി ലോഗ് സൈൻ എക്സ് ബൈ 1/tan x. ഇതിനെ മാറ്റി എഴുതുമ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 ലോഗ് സൈൻ എക്സ് ബൈ കോട്ട് എക്സ്. ഇനി അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും അല്ലെ? ഇപ്പൊ സൈൻ 0 കോട്ട് 0. അപ്പൊ ലോഗ് 0 കോട്ട് 0. കോട്ട് 0 എത്രയാണ്? ഇൻഫിനിറ്റി ആണ്. അപ്പൊ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി എന്ന ഫോം ആവും. അപ്പൊ ഇതിനെ സെപ്പറേറ്റ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പൊ ഇനി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? ഈക്വൽ ടു ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ലോഗ് സൈൻ എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ 1/sin x ഇൻറ്റു അല്ലെ അടുത്ത് ഇൻറ്റു സൈൻ എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കോസ് എക്സ് ഓൾ ഡിവൈഡഡ് ബൈ ലിമിറ്റ് ഉണ്ട് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 ബൈ ഇനി എന്താ കോട്ട് എക്സ് ഡിഫറൻഷിയേഷൻ മൈനസ് കൊസീക് സ്ക്വയർ എക്സ്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ പഠിച്ച കൊസീക് സ്ക്വയർ എക്സ് അല്ല കൊസീക് എക്സ് ഇങ്ങനെ എഴുതാറുള്ളത്. അപ്പോൾ അത് മാറിയിട്ടുണ്ട്. ചെറിയ ബുക്കിലൊക്കെ കൊസി ഇങ്ങനെ എഴുതാറുണ്ട് കൊസീക്കിന്. ആ കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ പഠിക്കുന്ന കൊസീക് എക്സ് ആണ്. ചില ബുക്കിൽ CSC ആക്കി ഡിനോട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ കൊസീക് സ്ക്വയർ എക്സ് ആയി. ഇനി ഈക്വൽ ടു ഇതിനെ മാറ്റി ചെയ്തുമ്പോൾ എന്താവും? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 കോസ് എക്സ് ബൈ സൈൻ എക്സ്. കൊസീക്കിനെ മേലിട്ടുമ്പോൾ മൈനസ് സൈൻ സ്ക്വയർ എക്സ്. ഒരു സൈനും വെട്ടിപ്പോവും. അപ്പോൾ എന്താ? ലിമിറ്റ് എക്സ്റ്റെൻസ് 0 ബാക്കി എന്ത് വരുള്ളൂ? മൈനസ് കോസ് എക്സ് ഇൻറ്റു സൈൻ എക്സ്. സൈൻ എക്സ് ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്താ? മൈനസ് കോസ് 0 ഇൻറ്റു സൈൻ 0 എന്തായി? വാല്യൂ 0 ആയി. അപ്പോൾ ഇത് എന്ത് വാല്യൂ കിട്ടിയത്? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 ലോഗ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ലോഗ് ഒഴിവായി കിട്ടണം. അപ്പോൾ എന്ത് ചെയ്യുക? എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുക. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 ഇ റൈസ് ടു ലോഗ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇ റൈസ് ടു 0. അപ്പോൾ എന്താ? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 അല്ലേ? അപ്പോൾ എന്താ? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇ റൈസ് ടു 0. ഇ റൈസ് ടു 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇനി എന്ത് ചെയ്യുക? എഫ് ഓഫ് എക്സ് എന്ന വാല്യൂ എന്ന് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 നമ്മൾ എടുത്ത ഫംഗ്ഷൻ ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് സൈൻ എക്സ് ഓൾ റൈസ് ടു ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ വാല്യൂ 1 ആണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താണ്? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 കോട്ട് എക്സ് ഓൾ റൈസ് ടു സൈൻ 2x. അപ്പോൾ വാല്യൂ അപ്ലൈ ചെയ്യുമ്പോൾ എന്താവും? കോട്ട് 0 ഓൾ റൈസ് ടു സൈൻ 2 ഇൻറ്റു 0 0 ആണ്. അപ്പോൾ കോട്ട് 0 എന്തായി? ഇൻഫിനിറ്റി ആണ്. ഇൻഫിനിറ്റി റൈസ് ടു 0. ഇത് ഇൻഡിറ്റർമിൻ ഫോംസിലേക്ക് വന്നു. പവറിന്റെ ഇൻഡിറ്റർമിൻ ഫോം ആയി. ഇനി ഇതിനെന്ത് ചെയ്യുക? ഇതിനെ എഫ് ഓഫ് എക്സ് ആക്കി സെലക്ട് ചെയ്യുക. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കോട്ട് എക്സ് ഓൾ റൈസ് ടു സൈൻ 2x. ഇനി ലോഗിന്റെ ഉപയോഗിക്കുക. ലോഗ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലോഗ് ഓഫ് കോട്ട് റൈസ് ടു സൈൻ 2x. അപ്ലൈ ചെയ്യുമ്പോൾ എന്താവും? സൈൻ 2x ഇൻറ്റു ലോഗ് കോട്ട് എക്സ്. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 ലോഗ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 സൈൻ 2x ഇൻറ്റു ലോഗ് കോട്ട് എക്സ്. ഇനി വാല്യൂ കൊടുക്കുമ്പോൾ സൈൻ 0 അല്ലെ? സൈൻ 0 ഇൻറ്റു ലോഗ് കോട്ട് 0. അപ്പോൾ എന്തായി? 0 ഇൻറ്റു ഇൻഫിനിറ്റി എന്ന ഫോമിലേക്ക് വന്നു. അങ്ങനെ പറ്റില്ല. നമുക്ക് 0/0 ഫോമിലോ അല്ലെങ്കിൽ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോമിലേക്കോ വരണം. അപ്പോൾ അതിന് സൈൻ 2xനെ താഴോട്ട് കൊണ്ടുപോവുക. അപ്പോൾ എന്താവും? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 ലോഗ് കോട്ട് എക്സ് ബൈ എന്തായി? 1/സൈൻ 2x. അപ്പോൾ എന്താവും? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 ലോഗ് കോട്ട് എക്സ് ബൈ എന്താണ്? കൊസീക്ക് 2x.
ഇനി വാല്യൂ കൊടുക്കുമ്പോൾ എന്താവും അല്ലേ, cot 0 ഇൻഫിനിറ്റി ബൈ കൊസീക്ക് അല്ല വരുന്നത്. അപ്പോൾ എന്താവും ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി എന്നാ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി വന്നാൽ ഇതിനെ സെപ്പറേറ്റ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ ഈക്വൽ ടു ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താവും ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 കോട്ടെക്സിന് ഇൻറ്റഗ്രേഷൻ അല്ല ലോഗ് കോട്ടെക്സിന് ചെയ്യുമ്പോൾ 1 ബൈ കോട്ടെക്സ് ഇൻറ്റു മൈനസ് കൊസീക് സ്ക്വയർ എക്സ് ഓൾ ഡിവൈഡഡ് ബൈ കൊസീക് 2x ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2 ഇൻറ്റു കൊസീക് 2x ഇൻറ്റു എന്താവും കോട്ട് 2x. ഇനി ചെറുതാക്കുമ്പോൾ എന്താവും ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഇവിടെ മാറ്റി വരിക, എന്താ വരിക കോട്ടെക്സ് എന്താ ടാൻ എക്സ് ഇൻറ്റു ഇനി കൊസീക്കിന് എങ്ങനെ അതേപോലെ എടുത്തേരി കൊസീക് സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു കൊസീക് 2x കോട്ട് 2x ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ടാൻ എക്സിന് എങ്ങനെ മാറ്റി ചെയ്താ സൈൻ എക്സ് ബൈ കോസ് എക്സ്, കൊസീക്കിന് എങ്ങനെ മാറ്റി ചെയ്താ 1 ബൈ സൈൻ സ്ക്വയർ എക്സ് ഓൾ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു കൊസീക് എക്സ് ഇൻറ്റു കോട്ട് 2x. ഇനി സൈനിൽ ഒരു സൈന് വെട്ടിപ്പോയപ്പോൾ എന്താവും ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 അല്ലേ, ഒരു സൈൻ എക്സ് ഇവിടുത്തെ സൈൻ എക്സ് വെട്ടിപ്പോയി. അപ്പോൾ എന്തായി -1 ബൈ എന്തായി സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ് ഓൾ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു കൊസീക്ക് 2x ഇൻറ്റു കോട്ട് 2x. ഇവിടെ കൊസീക്ക് 2x ഇൻറ്റു കോട്ട് 2x ഈക്വൽ ടു നമുക്കറിയാം സൈൻ 2x റിസൾട്ട് അറിയാം, എന്താണ് 2 സൈൻ എക്സ് കോസ് എക്സ് ആണ്. അവിടെ ഒരു 2ന്റെ കുറവുണ്ട്, ഇവിടെ ഒരു 2 ഇട്ട് കൊടുക്കുക, മുകളിൽ ഒരു 2 എഴുതുക. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഞാൻ മുകളിൽ 2 ഇട്ടു, അതേപോലെ താഴെ 2 എഴുതി സൈൻ എക്സ് കോസ് എക്സ് ഓൾ ഡിവൈഡഡ് ബൈ 2 കൊസീക്ക് 2x കോട്ട് 2x. എന്ത് ചെയ്യുക, ഈ വാല്യൂ എന്തായി സൈൻ 2x ആയി ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 -2 ബൈ എന്താ ഇവിടെ സൈൻ 2x ഓൾ ഡിവൈഡഡ് ബൈ 2 കൊസീക്ക് 2x കോട്ട് 2x. ഇനി മാറ്റി എഴുതുമ്പോൾ എങ്ങനെ വരും ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 -2 കൊസീക്ക് 2x 1 ബൈ സൈൻ 2x കൊസീക്ക് 2x ആയി ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു കൊസീക്ക് 2x ഇൻറ്റു കോട്ട് 2x. അപ്പോൾ 2 കോസിറ്റിക്ക് വെട്ടിപ്പോയി ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 -1 ബൈ കോട്ട് 2x. ഇനി 1 ബൈ കോട്ട് 2xനെ എങ്ങനെ മാറ്റി ചെയ്താൽ നമുക്ക് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 അല്ലേ 1 ബൈ ആകുമ്പോൾ മൈനസ് ടാൻ 2x ആയി. അപ്പോൾ ടാൻ 2x. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരിക ഈക്വൽ ടു എന്തായി മൈനസ് ടാൻ 2 ഇൻറ്റു 0 എന്തായി ടാൻ 0 ആണ്. അപ്പോൾ എന്താവും 0 കിട്ടി. അപ്പോൾ ഏതാണ് ഇത് കിട്ടിയത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ലോഗ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0. ഇനി എന്താ ലോഗ് ഒഴിവാക്കണം. അപ്പോൾ എന്താവും എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ഉപയോഗിക്കുക ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഇ റൈസ് ടു ലോഗ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇ റൈസ് ടു 0. അപ്പോൾ എന്താവും എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇ റൈസ് ടു 0 ലിമിറ്റ് ഉണ്ട്, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇ റൈസ് ടു 0 എന്ന് 1 ആണ്. എഫ് ഓഫ് എക്സിന്റെ വാല്യൂ അറിയാലോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് എന്തായിരുന്നു കോട്ട് എക്സ് ഓൾ റൈസ് ടു സൈൻ 2x ഈക്വൽ ടു 1. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ. കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇത് ചെയ്ത് നോക്കുക.